ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് മോർണിംഗ് റൊട്ടീനൊക്കെ ആയിട്ടും പിന്നെ ഒരു ഫംഗ്ഷന് പോകാനിട്ട് ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഡൈനമൈ ലൈഫ് അതിന് മുഴുവനായിട്ടൊന്നും ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. ഡൈനമൈ ലൈഫ് എന്നൊന്നും പറയാൻ വയ്യ കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ഓരോ ആംഗിളിൽ ഇങ്ങനെ ക്യാമറ ട്രൈപ്പോഡായിട്ട് ഇങ്ങനെ നടക്കണം, അങ്ങോട്ട് വെക്കണം, അതൊക്കെ കുറേ ഒരു പണിയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് എടുക്കലുണ്ട്, അത് വീഡിയോ ആക്കി ഇടലൊക്കെ ഉണ്ട്. കാരണം അത് വെച്ചാൽ നമുക്ക് വാച്ച് അവർ കുറയല്ല. അപ്പം ഒരു വീഡിയോസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളെ വാച്ച് അവറൊക്കെ കുറഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ആക്കി ഇടുന്നതാണ്. വലിയ താല്പര്യമൊന്നും ഇടാനില്ല, ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ വീഡിയോസ്. അങ്ങനെ രാവിലെ ഞാൻ ചപ്പാത്തിയും മീൻകറിയാണ് കേട്ടോ. അപ്പം ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ എടുത്തുങ്ങാണ്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കുഴയ്ക്കാൻ വേണ്ടിയൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ. ലൈക്ക് കമൻറ്റ് ഒന്നും മറക്കണ്ട. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുക. ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് സ്ഥിരം വ്യൂവേഴ്സ് എനിക്കുണ്ട് കേട്ടോ. ഒരു 200 എന്നും കാണുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. എല്ലാവരും നിങ്ങളെ കമൻറ്റ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അറിയാത്ത, നമ്മൾ പരിചയമില്ലാത്ത ഐ ഡി എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അവർ മിനിയാത്ത അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ, അപ്പം എൻ്റെ വീഡിയോ റെക്കമെൻഡിൽ എത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, റെക്കമെൻഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പം അപ്പം അങ്ങനെ മീനൊക്കെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അൽക്കോറക്കാരിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മിനിയാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്ത ആ ദിവസം, ആ റെസിപ്പി വീഡിയോ ഇട്ട അന്നത്തെ മീൻകറിയാണ് കേട്ടോ. ഈ മീൻകറി ആ ദിവസമാണ് ഈ ദിവസം. ഞാൻ പറഞ്ഞില്ലല്ലോ ചപ്പാത്തിക്കാണ് ഈ കറി ഉണ്ടാക്കണതെന്നൊക്കെ. അപ്പോൾ അന്നാണ് ഇട്ടത്. അങ്ങനെ പൊടിയൊക്കെ കുഴച്ച് വെച്ച് മീനൊക്കെ കട്ട് ചെയ്തുങ്ങാണ്ട് ഞാൻ അതിനൊക്കെയുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയൊക്കെ എടുത്തുങ്ങാണ്ട് കറിയൊക്കെ ഒന്ന് റെഡിയാക്കാം. ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ റെസിപ്പി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊക്കെ ആയതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് പരത്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പരത്തുകയാണ് കേട്ടോ. അപ്പം ഇന്നൊരു പരിപാടി ഉള്ളത് നമുക്ക് ഒരു കുടിരിക്കലാണ്. അപ്പോൾ ഈ കുടിരിക്കലിന് പോകാനുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് ഇക്കാക്കൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ആങ്ങളുടെ ഫ്രണ്ടാണ്. ആദ്യം അങ്ങനെ പറയണം. എൻ്റെ ആങ്ങളുടെ കുട്ടിക്കാല ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കെയർ ഓഫിൽ എൻ്റെ ഇവിടുത്തെ കാക്ക ഫ്രണ്ടായി, പരിചയപ്പെട്ടൊക്കെ ആയി. അങ്ങനെ ആ ഒരു കെയർ ഓഫിൽ അവിടുത്തെ ഓരോ കഫീലിൻ്റെ കെയർ ഓഫിലാണ് എൻ്റെ മരുവൻ ആദ്യം വിസ എടുത്തുകൊണ്ട് കൊണ്ടുവന്നത്. പോയത് ആദ്യം എൻ്റെ മരുവന് റിയാദിലേനി കേട്ടോ. കല്യാണം കഴിക്കുന്നൊക്കെ സമയത്ത് ഒരു റിയാദിലേനി. പിന്നെ ഗൾഫൊക്കെ ഒഴിവാക്കി കുറച്ച് നാട്ടിൽ നിന്ന് രണ്ടാമത് പിന്നെ പോയതാണ് കേട്ടോ. അപ്പോൾ ജിദ്ദക്കാണ് പോയത്. അപ്പോൾ ഇവന് അവിടെ ലോണ്ടറി ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് മെഷീനൊക്കെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പണിയാണ്. അപ്പോൾ അതിൽ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബഷീർ, എൻ്റെ മരുവന്, അതായത് റിഫുവിൻ്റെ പുതിയാപ്ല. അപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരും പരിചയമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുഴിക്കൽ. അപ്പോൾ ഞാൻ പിന്നെ പത്തിരിയായി, കറിയായി, പത്തിരി ചുട്ടൊക്കെ കറിയൊക്കെ ആയി. ഞാനാണ് മാത്രം ഇപ്പോൾ ചായ അടിക്കുന്നത്. മോള് അതിൻ്റെ ഇടയിൽ ചായ അടിച്ച് പോയി. ഞാൻ പറഞ്ഞത് വേൻ ചായ അടിച്ചാണ്, ഓക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്ട്. അപ്പോൾ ഞങ്ങളവിടെ തന്നെ വീട് ഒരിപ്പുറങ്ങടമാണ്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങളവിടെ ഒരു കട ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഓള് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു വേൻ ചായ അടിച്ച് പോയിക്കോന്ന് പറഞ്ഞു. എന്നാൽ മക്കൾ നീറ്റാൽ പിന്നെ ഓളെ വയ്യാതെ കൂടി അങ്ങനെ നേരം വൈകും. അപ്പം നീറ്റ് ഓരോ എല്ലാ ഇതും കഴിഞ്ഞ് ചാടിയൊക്കെ കഴിയുമ്പോൾ ഒരു നേരമാവും എന്ന് തന്നെയാണ് വേഗം പൊയ്ക്കോന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾക്ക് ശനിയാഴ്ച ദിവസമാണ്, എന്നാൽ സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പം മക്കൾ നീറ്റിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ചായക്കാക്കി എൻ്റെ അടുപ്പതാ ഇടയ്ക്കിൽ നോക്കേണ്ട കടവിൽ നീറ്റിട്ടുണ്ട്. അങ്ങനെ ഓള് വേഗം പോയി വന്നിട്ട് ഒരു 1/4 മണിക്കൂറോടെ തന്നെ പോയി വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഡിന്നർ സെറ്റ് അതിന് വാങ്ങിയത്. അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ അടിച്ചേരി. അപ്പോൾ മോള് തുടച്ച് അങ്ങനെ വാഷ് ചെയ്യാനുള്ളത് മെഷീനിലിട്ട് അങ്ങനെ കുളി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ കുളിപ്പിച്ച് ഒക്കെ ആക്കിയാണ്ട് ഓളും കുളിച്ച് നിസ്കരിച്ച്. അതിന് ശേഷം പിന്നെ ഞാൻ ഇതൊക്കെ മെഷീനിലൊക്കെ ഇട്ടതിന് ശേഷം ഞാനും കുളിച്ച് നിസ്കാരമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ മോനും മോൻ്റെ പണിയൊക്കെ കഴിക്കുന്നുണ്ട് മനു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്നൊക്കെ മക്കളെ മാറ്റിക്കുന്ന ഒരു ജഗപൊകയാണ് കേട്ടോ ഓള്. മോളെ മാറ്റിക്കാൻ കുറച്ച് പണിയാണല്ലോ, ഓള് പെൺകുട്ടിയല്ലേ. ഓള് വൈറ്റ് ഉടുപ്പ്, കറങ്ങണ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് ഉടുപ്പിടും. മോളും ഈ ഒരു കളറാണ് കേട്ടോ ഇട്ടത്. അപ്പം ഇത് നമ്മൾ അവിടുന്ന് ഗൾഫിൽ നിന്ന് ഉള്ളപ്പം വാങ്ങിയതാണ് മാക്സിൽ നിന്ന്. അങ്ങനെ ഓളെ മാറ്റി കൊടുക്കാനല്ല പണി, ഓളെ മുടി ഒന്ന് പവറാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ കുത്തമ്മീനാർ പണിയാനാണ് പണി. അതൊന്നും പണിയില്ല, ഒരു ചുരുണ്ട മുടിയാണ് കേട്ടോ, ചുരുള മുടിയാണ്.
നമ്മൾ സായിബാബ എന്നൊക്കെ പറയും. ഒരു അതിൻ്റെ ഇടയിൽ മുടി നല്ലോണം ഇറക്കി വളർത്തിയൊക്കെ ചെയ്തിനി. പിന്നെ ഒരു ഏറ്റവും കുറച്ചിലൊക്കെ ആയിരുന്നു ചുരുളമുടിയായിട്ട് ഒരു ഏറ്റവും കുറച്ചിൽ നിൽക്കുക. അങ്ങനെ വെട്ടിയപ്പോൾ നല്ല കയറിപ്പോൾ ഇപ്പോൾ വളർന്ന് വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങണില്ല ചുരുളമുടി ആയ കാരണം. അങ്ങനെ ഷാദിമോൻ ഇത് അതിൻ്റെ ഇടയിൽ മാറ്റി ആവേണ്ട അവന് ഷൂ ഒക്കെ അങ്ങനെ തന്നെ ഓരോന്ന് പഠിക്കല് കേട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോളെ മുടിയൊക്കെ നന്നാക്കി അസാനുട്ടനൊക്കെ അതിൻ്റെ മാറ്റിയൊക്കെ നമ്മൾ 2 വണ്ടിമേലായിട്ടാട്ടോ പോണത്. അപ്പോൾ അന്ന് തന്നെ എൻ്റെ ആങ്ങൾക്ക് അന്ന് വേറൊരു പിന്നെ പരിപാടി ഉണ്ട്. ഓളെ എൻ്റെ നാത്തൂൻ്റെ മുത്തമ്മൻ്റെ മോളെ കുടിയിരിക്കലുണ്ട്. അപ്പോൾ അവർക്ക് അവിടെയും പോകാനുണ്ട്. അപ്പോൾ അവർക്ക് കാറ് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഒരു കാറുണ്ട് ഓൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ്. അപ്പോൾ ഓന് കാർ എടുത്ത് പോയി. ഞങ്ങൾ പിന്നെ ഇവിടെ അടുത്തുമാണ് 2 വണ്ടിമേൽ പോകാമല്ലോ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിമേലായിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ ഇതാ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മോൻ്റെ വണ്ടിമേൽ, ഞാനും അസാനും ഇന്നും മനു ഒരു വണ്ടിമേലും മോളും ഷാദിമോനും ഒരു വണ്ടിമേൽ കേട്ടോ. ഗിഫ്റ്റ് ഓളെ വണ്ടിമേലാണ് ഉള്ളത്. അപ്പോൾ ഓളെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളൂ, ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ആങ്ങളെ പിന്നെ എന്തോ അതും വാങ്ങിയത്, ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളൊന്ന് കുറച്ചൊന്ന് പോയാൽ മതി. അവിടെ എത്തിയിട്ടോ. ഇതാണ് കുടിയിരിക്കൽ വീട്. അപ്പോൾ കുറച്ചൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വല്ലാതെ വീഡിയോസ് ഉള്ളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഓർത്തഡോക്സ് അല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ പറയും, ഒന്നും കൂടെ കൂടുതൽ ഒരു ഇതുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാട്ടോ ഞാൻ പറയണത്. പിന്നെ അപ്പോൾ അത് അവിടെ എത്തി. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെയാണ്, ചിക്കൻ ബിരിയാണി അല്ല, പച്ചക്കറി ബിരിയാണിയും ചിക്കന് കടായും കേട്ടോ ഫുഡ്. അത് ചെന്ന് നമ്മൾ വീടിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ കണ്ടാണ്. പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ വെച്ചാൽ പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി വീടൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ഇതാ നാത്തൂനും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. റിഫും അസാനും വേറെ ടേബിൾ മേല, ഞാൻ ഷാദിമോന് ഇന്നുമോള് പിന്നെ നാത്തൂൻ സൗദി പിന്നെ ഐഷു ഒക്കെ അങ്ങനെ ടേബിൾ മേല് അങ്ങനെയൊക്കെയാണ്. ആ ഫുഡൊക്കെ കഴിച്ചെന്ന വീട് മോളും തായൊക്കെ കണ്ടിട്ട് അവിടെ ആളുകൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അടുക്കളയിൽ അന്നേരം ആരും ഇല്ലേനിട്ടാ. അപ്പോൾ അടുക്കളയുടെ വീഡിയോ മാത്രം ഒന്ന് ഞാൻ എടുത്തതാണ്. ഇഷ്ടപ്പെട്ടുണ്ട് അടുക്കള. ഇവിടെ അടുപ്പും ഈ അടുക്കള തന്നെ ഒരു സൈഡിലാണ്, പെട്ടെന്ന് കാണൂല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ അങ്ങനെ അസ്രസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുക. അപ്പം മോള് എന്തിനാ പുറത്ത് കഴിഞ്ഞു, മോക്കൊക്കെ എന്തോ വാങ്ങാം. അപ്പോൾ ഓള് പഴംപൊരി വാങ്ങി കൊണ്ടുവന്നു. അപ്പം പിന്നെ ഞങ്ങൾ അതും കൂട്ടി ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും റിഫും ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. മനു ഇപ്പോൾ വരാറും ഞങ്ങളിപ്പോൾ ആരുകയാണ്. അതിൻ്റെ ഇടയിൽ മക്കൾക്കൊക്കെ ഓള് ചായ എടുത്തു. പഴംപൊരി പറ്റണോലും പറ്റാത്തോലൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ ലേസ് നുറുക്കുണ്ട് ഇവിടെ, അപ്പോൾ അത് തീർക്കണം. അതിങ്ങനെ വാരി തിന്നണ പണിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ